സംസ്ഥാന ബജറ്റിൽ ഇടുക്കി ജില്ലയെ പൂർണ്ണമായി അവഗണിച്ചുവെന്ന് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം.ജെ. ജേക്കബ്. കാർഷിക മേഖലയ്ക്ക് ഗുണകരമാകുന്ന പദ്ധതികൾ ഒന്നുമില്ല. കാലാവധി അവസാനിക്കാറായ സർക്കാരിന്റെ തുരങ്കപാത പ്രഖ്യാപനം തമാശയാണെന്നും അദ്ദേഹം പറഞ്ഞു. ചെറുപ്പക്കാരായിട്ടുള്ള അഭ്യസ്തവിദ്യരായിട്ടുള്ളവർ ചെറുപ്പക്കാർ മുഴുവനും ഈ പ്രദേശത്ത് നിന്നും മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം തൊഴിൽ സാധ്യതയില്ല. ആ തൊഴിൽ സാധ്യതയില്ലാത്ത ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ജനവിഭാഗത്തിന് അതിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിനുള്ള ഒരു പദ്ധതിയെങ്കിലും ഇവിടെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ടൂറിസം മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ടൂറിസം മേഖലയുമായിട്ട് അടിസ്ഥാനപരമായിട്ട് കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ അനന്ത സാധ്യതയുള്ള ഇടുക്കി ജില്ലയ്ക്ക് പുതിയ പദ്ധതികളൊന്നും കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഏലം, കുരുമുളക് അതുപോലെയുള്ളതായ നിരവധിയായിട്ടുള്ള നാണ്യവിളകൾ ഈ ഹൈറേഞ്ച് അല്ലെങ്കിൽ ഇടുക്കി ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്പത്താണ്. അതുപോലെ തന്നെ റബ്ബർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിളയാണ്. പക്ഷേ ഇത് പലപ്പോഴും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പേരിലുണ്ടായിട്ടുള്ള പ്രതിസന്ധികൾ നമുക്കറിയാം. അതിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിനോ അല്ലെങ്കിൽ വരൾച്ച മൂലമോ അല്ലെങ്കിൽ പ്രളയം മൂലമോ നഷ്ടപ്പെട്ടിട്ടുള്ള ഈ കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് സഹായം കൊടുക്കുന്നതിനുള്ള ഒരു കാര്യവും ബഡ്ജറ്റിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒത്ത് ഉയരുന്നതല്ല. ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഒരു ബഡ്ജറ്റ് പ്രസംഗമല്ല അവിടെ നടന്നിരിക്കുന്നത്. വെറുതെ രാഷ്ട്രീയ പ്രസംഗം, അതിനപ്പുറത്ത് ഇതിനെ നമുക്ക് കാണാൻ പറ്റിയില്ല. UDF അധികാരത്തിൽ വന്നാൽ ഈ ജില്ലയുടെ സമഗ്ര വികസനത്തിന് ടൂറിസം, കാർഷിക മേഖലയുടെ പുനരുദ്ധാരണത്തിന് സഹായകമായിട്ടുള്ള പദ്ധതികൾ പുതിയ ബഡ്ജറ്റിൽ കൊണ്ടുവരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും